ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരിടത്ത് പോവാണ് കേട്ടോ. അതെവിടെയാണെന്ന് വെച്ചാൽ ചാലക്കുടിയിലുള്ള ഒരു സ്നോ പാർക്കിലാണ് കേട്ടോ. സ്നോ സ്റ്റോം എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. സിൽവർ സ്റ്റോമിൻ്റെ കൂട്ടത്തിലുള്ളതാണെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ കോട്ടയം വഴിയാണ് വരുന്നത്. കാരണം മറ്റേ ആലപ്പുഴ വഴി വരാൻ അവിടെ നമ്മുടെ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് അതുവഴി വന്നാൽ നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടും റോഡും ഒന്നും നല്ലതൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ കോട്ടയം വഴിയാണ് വന്നത്. ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് വീഡിയോ എടുക്കണമെന്ന് ചിരിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് മോഷൻ സിക്നസിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഫോണൊന്നും അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതുവരെ ഫോൺ എടുക്കാൻ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് 6:15 ഒക്കെ ആയപ്പോഴും 6:30 മുമ്പ് തന്നെ ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ അറൗണ്ട് 9:15 കഴിഞ്ഞു. ഇപ്പോഴാണ് ഞാൻ ഫോൺ ജസ്റ്റ് ഒന്ന് എടുത്തത്. ഇപ്പം ഞാൻ ഈ വണ്ടിയിലിരിക്കുമ്പം എനിക്ക് എസ്പെഷ്യലി നമ്മളെ ഈ ക്ലോസ്ഡ് ഏരിയയിൽ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് ഈ ഫോൺ യൂസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ എടുക്കാഞ്ഞത് ഫോണ്. ഞാൻ ഇനി അവിടെ എത്തിക്കഴിയുമ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പം നമ്മൾ ഏതാണ്ട് എത്താറായി കേട്ടോ. അങ്ങനെ എത്താറായ സമയത്ത് നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു വീട് കണ്ടു കേട്ടോ. മലയുടെയൊക്കെ നടുക്കൊരു വീട്. സംഭവം ഇച്ചിരി റിസ്ക് ആണെങ്കിലും താമസിക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ. ദേ കണ്ടോ, ഇവിടുത്തെ വ്യൂ ഒക്കെ എന്ത് നല്ലതായിരിക്കും. പിന്നെ അവരെന്ത് പൈസ കൊടുത്തായിരിക്കും ഈ വീട് സ്ഥലം മേടിച്ചേക്കുന്നത്. കാരണം നല്ലൊരു വ്യൂ ആണ് അവിടുന്ന് കിട്ടുന്നത്. കണ്ടോ, ഈ മലയെല്ലാം കാണാം. അപ്പം നമ്മൾ ഏതാണ്ട് എത്താറായി. ഇനി ഏകദേശം അരമണിക്കൂറൂടെ ഉള്ളൂ ട്രാവൽ എന്ന് തോന്നുന്നു. നമ്മളിത് ഫസ്റ്റ് ടൈം വരുവായതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. കുറേ നാളത്തെ നമ്മളുടെ എൻ്റെ അല്ല, എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. ഈ പിള്ളേരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു സ്നോയിലൊക്കെ പോകണമെന്ന്. രണ്ട് ഇതാണ് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് വഴി തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് എത്താറായി എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ട് പേര്. നമ്മളൊരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് അന്നേരം അമ്മാളും ആ വെള്ളത്തിലൊന്ന് ടച്ച് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി. ഇനി നമുക്കൊരു 10-20 മിനിറ്റോടെ ട്രാവൽ ചെയ്യാനുണ്ട്. ബാ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ചെക്കിങ് ഉണ്ട് കേട്ടോ. എന്തിന്റെ ചെക്കിങ് എന്ന് അറിയത്തില്ല, ചോദിക്കാം. എന്തിന്റെ ചെക്കിങ് ആയിരുന്നു? പാസ് ഉണ്ടോ? പൈസ കൊടുക്കണോ? അപ്പൊ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലേ? എടി, അതൊരു ഫിലിമിലെ ഡയലോഗാ. അപ്പൊ നമ്മള് ഫോറസ്റ്റിനകത്തോട്ട് കയറിയേക്കുവാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കാട്ടിനകത്തൂടെ പോകുന്നത്. കണ്ടോ, ഇവിടൊക്കെ രാത്രി ആന ഇറങ്ങുമായിരിക്കും ചിലപ്പോ. അപ്പോൾ നമ്മൾ വനമേഖലയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. പഴയ വീടാന്ന് തോന്നുന്നു, പൊളിച്ചു കളഞ്ഞു. ഇവിടെയൊക്കെ താഴെയൊക്കെ ഉണ്ടല്ലോ താമസമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വീടും ഒക്കെ കാണാം. പക്ഷെ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്കൊന്ന് ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പാറയാണ് കാണുന്നത്. എനിക്കിതിങ്ങനെ പിടിച്ചുകൊണ്ട് ഇതിൽ സ്നാപ്ചാറ്റിൽ എടുക്കുന്നതുകൊണ്ട് സൂം ചെയ്യാൻ ഇച്ചിരി പാടാ. കൊള്ളാം കേട്ടോ, നല്ല സ്ഥലം. എന്നിട്ടല്ല അവിടെ ഒരു പാർക്കോ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. അതോ ഇവിടെ ആണോ സിൽവർ സ്റ്റോം? പ്രകൃതി ഗ്രാമം. അതാ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. എനിക്കൊന്ന് അതും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് തോന്നുന്നത്. അതെ അതെ, കൊള്ളാം. പക്ഷേ ഇവിടെ ഒരു ഫുൾ ഡേ ഉണ്ടായിരുന്നു. നമുക്കിവിടെ എല്ലാം ഒന്ന് കറങ്ങി കാണാമായിരുന്നു. പക്ഷെ കൊള്ളാം, നല്ല സ്ഥലം കേട്ടോ. നല്ല സ്ഥലമൊക്കെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാട് കണ്ടൊരു പാർക്ക് പോലെ തോന്നുന്നു കേട്ടോ. കണ്ടു, ഇത് ഇവിടെ മൊത്തം പനയാണല്ലോ. ഇതൊരു പനങ്കാട് വല്ലതും ആയിരിക്കും ഇല്ലയോ? പാം ഫോറസ്റ്റ് വല്ലതും ആയിരിക്കും ഇത്. കണ്ടോ, ചിലപ്പോ ഇവിടൊക്കെ വടേഷ് കാണും. കണ്ടോ അമ്മാള് ശരിക്കുള്ള പാറ കണ്ടോ? അറിയാം.
ഇതാണ് ചാലക്കുടി പുഴ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പം ചന്ദന ചോപ്പുള്ള ഇതൊക്കെ തേക്ക. നമ്മളീ ഞാനത് പറയട്ടെ, ഇവിടെ ചിലപ്പോ ചന്ദനമൊക്കെ കാണും. ചിലപ്പോ നമ്മളതൊക്കെ ഓടിച്ചോണ്ട് പോകുന്ന വെച്ചായിരിക്കും നമ്മുടെ എൻട്രി പാസ് ഒക്കെ അവരവിടുന്ന് തന്നത്. ഇവിടെ ടൂറിസ്റ്റ് വണ്ടിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ചോദിച്ചോടെ നേരത്തെ വരണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇറങ്ങി എന്ന് പറയും ഫോട്ടോ ഒക്കെ എടുക്കാൻ. ഇതൊരു അൺഫോർച്ചുനേറ്റ്ലി ട്രിപ്പ് ആയതുകൊണ്ട് നമ്മളൊന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതൊക്കെ മലയാ. അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിട്ടത്. പക്ഷെ അവിടെ നിന്ന് താഴോട്ടൊക്കെ വീടുണ്ടല്ലോ, ശരിക്കും പാറയാണ്. അത് ഭയങ്കര അപകടമാണ്. പിന്നെ ഈ എന്തോ ഒരു പയറ് പോലത്തെ ഒരു ചെടിയൊക്കെ ഇവിടെ പളർന്ന് കിടപ്പുണ്ട്. ഇതിനകത്ത് വല്ല ഇഴയന്തുക്കൾ വല്ലതും ഉണ്ടോയെന്ന് ഒന്നും അറിയത്തില്ല. ഈ പിള്ളേരെ ഉണ്ടല്ലോ, അങ്ങനെ വിടാൻ പറ്റുന്ന പിള്ളേരല്ല. കയറിങ്ങോട്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. കാരണം നമ്മളവിടെ നദിയും പുഴയും കാടും കാവും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യൂ നമ്മുടെ അവിടെ ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ മലയും മലയുടെ മേളിൽ നിന്നുള്ള കാഴ്ചകളും ഇവിടെ ഉള്ളവർക്ക് നമ്മൾ ഈ കാണിക്കുന്ന വട്ടത്തരങ്ങളൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ നമ്മളെ ക്യൂരിയോസിറ്റിയോടെ നോക്കും. ഇവരെന്തുപോയി കാണിക്കുന്നത്, ഇവർ ഈ നാട്ടിൻപുറത്തുനിന്നുള്ളവരല്ലയോ. നമ്മൾ റിയലി നാട്ടിൻപുറത്തുകാരാണ്. പക്ഷെ ഇങ്ങനത്തെ വ്യൂസ് ഒന്നും നമുക്ക് അവിടെ കിട്ടത്തില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ സിനിമയിലും അങ്ങനെയൊക്കെ കണ്ടുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ അവിടെ ആയിരുന്നു. എന്ന് ഞാൻ ഇവിടെ വന്നൊന്ന് കുളിച്ചാൽ അമ്മാളുവോ? നമ്മള് പമ്പാ നദിയിൽ പണ്ട് ഞങ്ങൾ കുളിക്കാൻ പോകുമായിരുന്നു. ആറന്മുളയായിരുന്ന സമയത്ത് അവിടെ ഇങ്ങനെയായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെ ഓപ്പണിലൊന്നും ആരും കുളിക്കത്തില്ല. കൊച്ചിലെ കുളിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എനിവേ ഇറ്റ്സ് റിയലി നൈസ് ടു സീ. കണ്ടോ, ഈ ഒരു വഴിയാണ് കേട്ടോ. അതിൻ്റെ സൈഡിലുണ്ട്. ഞാൻ ഇങ്ങനത്തെ വഴി കൂടെ ആദ്യമായിട്ടാണ് പോകുന്നത്. നിറച്ച് പനയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്ന. പനയാണ്, സൈഡിൽ തേക്കും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചന്ദനമൊക്കെ കാണും കേട്ടോ, എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ പിള്ളേരൊക്കെ സൈഡിൽ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കൊള്ളാം, നല്ലൊരു സ്ഥലം കേട്ടോ. ഈ പന എനിക്ക് തോന്നുന്നു എന്തോ ഒരു പർപ്പസ്ഫുള്ളി ആരോ വെച്ചാന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ നിൽക്കുന്ന ഒരു അലൈൻമെൻ്റ് ഒക്കെ ഉണ്ട്. ഇത് ഒരേപോലെ നിൽക്കുന്നത്. നമ്മൾ ഈ എന്താ അസംബ്ലിക്ക് സ്കൂളിൽ പിള്ളേരെ വരിയായിട്ട് നിർത്തിയേക്കുന്ന പോലെ ഈ പന നിൽക്കുന്നത്. ഈ പനയും കൂടെ എന്തോ സാധനം ഉണ്ടാക്കാൻ പറ്റും, എന്തുണ്ടാക്കാൻ പറ്റും? എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഇത് ഒത്തിരി പന. ഈ പനയുടെ ഇല കൊണ്ട് വേറെ എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ, എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമുണ്ടോ? പനയുടെ എണ്ണ വല്ലതും ഉണ്ടോ എന്തോ, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പനങ്കള്ളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ആ പനയാണോന്നും എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇവിടെയൊക്കെ സിൽവർ സ്റ്റോമിൻ്റെ പരസ്യമുണ്ട് വഴിയിലെല്ലാം. ആ ഒരു വലിയ വനപ്രദേശം നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് ചാലക്കുടി പുഴ. അതാണ് നമ്മൾ അവിടുന്നേ കണ്ടോണ്ടിരുന്നത് കേട്ടോ. അതിൻ്റെ മേലുള്ള പാലമായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ സ്നോ സ്റ്റോമിൽ എത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് ഫോണൊക്കെ അലൗഡ് ആണെന്നാണ് ഞാൻ അഡ്വർടൈസ്മെൻ്റൊക്കെ കണ്ടത്. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഐ വിൽ ഡു. മീനാക്ഷി മഞ്ഞ് കാണാം. അവർക്കാണ് എങ്ങനെയല്ല ഫ്രീസർ കയറി വന്നിരുന്നാൽ മതി. ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. രജിസ്റ്ററിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കാണ്. മീനാക്ഷിക്ക് 200 രൂപയുള്ളൂ, അമ്മാളൂന് 510, ഞങ്ങൾക്ക് 520 ഉണ്ടെന്നല്ലേ, 520. പിന്നെ നമ്മൾ ഇൻസൈഡ് കയറുമ്പോൾ നമ്മൾ സോക്സ് ഇടണമെന്ന് പറഞ്ഞു. ഓൾറെഡി ഞാൻ സോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് മേടിക്കേണ്ട. നമുക്ക് 11:45 നമുക്ക് സ്ലോട്ട് കിട്ടിയേക്കുന്നത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തു. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്ലോട്ട് കിട്ടിയേക്കുന്നത് 11:45 കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സോക്സൊക്കെ ഇട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. മീനാക്ഷിക്ക് സോക്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ ചെരുപ്പിടാൻ പറ്റുന്നില്ല. ഇപ്പം മീനാക്ഷി അതിൻ്റെ അടുത്ത് കൈ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഇതിനകത്തോട്ട് എൻട്രൻസ് ആവാൻ പോവുകയാണ്.
ഈ മീനാക്ഷിയെ ഈ ഡ്രസ്സിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്തത് ഇവിടുത്തെ സ്റ്റാഫാണ്. അവർ നോർത്ത് ഇന്ത്യൻ ആൾക്കാരൊക്കെയാണെന്ന് തോന്നുന്നു. അവളെ ഈ ഡ്രസ്സ് ഇടാനും എല്ലാം ഹെൽപ്പ് ചെയ്തത് അവരാണ്. ഞാൻ അവളെ ഇടാൻ ഹെൽപ്പ് ചെയ്തപ്പോഴത്തേക്ക് അവർ വന്നിട്ട് അവർ പ്രൊവൈഡ് ചെയ്യാം എന്നും പറഞ്ഞിട്ട് അവർ തന്നെ എല്ലാം ചെയ്യായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഡ്രസ്സും ജാക്കറ്റും ഗ്ലൗസും എല്ലാം ഇട്ടത്. നമ്മളിതിൻ്റെ ഇൻസൈഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ ഇവിടെ അവിടെ ഇരുത്തിയിട്ട് അവർ നമുക്കിടാനുള്ള ബൂട്ട്, ജാക്കറ്റ്, പിന്നെ നമ്മുടെ കയ്യിലെ ഗ്ലൗസ് ഇല്ലേ, ഗ്ലൗസിനകത്ത് ഇടാനുള്ള പ്ലാസ്റ്റിക് ഗ്ലൗസ് ആദ്യം തരും. അതെല്ലാം ഇവിടെ വെച്ചാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് കയറിയപ്പോൾ കാവടി തുള്ളിയൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് കേട്ടോ. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞിട്ടാണ് സീൻ കോൺട്രയാണെന്ന് മനസ്സിലായത്. അപ്പം ഇത് എല്ലാവർക്കും ഞാനിത് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം നമ്മൾ തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഇങ്ങനൊരു കാര്യത്തിലെടുത്ത് ചാടാവുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര പാടുപെട്ട കേട്ടോ. അവളെ അതിൻ്റെ മണ്ടയ്ക്കൊന്ന് ഇറക്കാൻ ഞാൻ കുറേ അമ്മാളും ട്രൈ ചെയ്യുന്നുണ്ട് അവളെ ഇറക്കാൻ. കാരണം അവൾക്ക് തണുപ്പ് കാരണം അവൾക്ക് അവിടുന്ന് ആ ഒരു മറ്റേ ഇതിലോട്ട് വരാനേ പറ്റുന്നില്ല. പിന്നെ രതീഷേട്ടൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഇത് എന്താ പറയുക, ഇതൊന്നും അല്ല, ഈ മഞ്ഞൊന്നും അല്ല, ഇത് ആർട്ടിഫിഷ്യലായിട്ട് എന്തോ കെമിക്കലാണെന്ന് പറയുന്നത്. കാരണം എനിക്കാണെങ്കിൽ മൂക്കൊക്കെ അടഞ്ഞിരിക്കുമായതുകൊണ്ട് എനിക്ക് ആ സ്മെല്ല് ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും രതീഷേട്ടൻ പറയുന്നത് എന്തോ ഒരു കെമിക്കൽ സ്മെൽ ഉണ്ടായിരുന്നു, ഇത് സ്നോ ഒന്നും അല്ല. സാധാരണ ഈ തണുപ്പിലും ഒക്കെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ. നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നൊക്കെ. പക്ഷെ ഞാൻ പറയണം, ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഓക്കെ നമ്മൾ സർവൈവ് ആയി പോകും. പക്ഷേ അധികം ഫാറ്റും അധികം മസിൽ തിക്നെസ്സും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ കുടുങ്ങി പോകും കേട്ടോ. നമുക്ക് പെട്ടെന്ന് നമ്മൾക്ക് തണുപ്പ് അബ്സോർവ് ചെയ്യും. പിന്നെ കൊച്ചു പിള്ളേർക്കും ഒക്കെ ആണെങ്കിലും ആദ്യം കുറച്ച് സമയം ഓക്കെയാണ്. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് ഇവർ നമ്മുടെ ചെറുതായിട്ട് നമ്മൾ ഫ്രീസായി പോകുന്ന പോലൊക്കെ തോന്നും. അപ്പം അതുകൊണ്ട് കൊച്ചു പിള്ളേരൊക്കെയാണെങ്കിൽ വലിയ പാടാണ്. സാധാരണ ഈ പിള്ളേരൊക്കെ ആണെങ്കിലും ഇങ്ങനെ പാർക്കിലൊക്കെ പോയാലും ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ ഇവള് തണുക്കുന്നതുകൊണ്ട് അതിൻ്റെ മുകളിൽ തന്നെ നിൽക്കും, അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുന്നില്ല. അവിടെ അത് കാണിക്കുന്നുണ്ട്. സ്നോ സ്റ്റോമിനകത്തൊക്കെ കയറിയിട്ട് ഇറങ്ങി വന്നു. 45 മിനിറ്റാണ് അലോ ചെയ്തേക്കുന്നത്. അപ്പം പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ മൊബൈൽ ഫോൺ അകത്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള. എന്താ കാര്യം എന്ന് വെച്ചാൽ -10 ഡിഗ്രി ആയതുകൊണ്ട് നമ്മുടെ ഫോണിനൊക്കെ എന്തെങ്കിലും ഡാമേജ് വരും. അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു ജാക്കറ്റും ബൂട്ടും എല്ലാം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ്. അതേപോലെ തന്നെ എനിക്ക് കിട്ടിയ ഗ്ലൗസിനകത്ത് നല്ല ഇൻഡിവിജ്വലായിട്ട് നല്ല ഫിംഗർ എടുക്കാൻ പറ്റത്തില്ല. അതെല്ലാം കൂടെ ഒരു ഇതിലായിരുന്നു കിട്ടിയത്. അപ്പോൾ ഈ ഫോണൊന്നും അകത്ത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 1-2 വീഡിയോസ് രതീഷേട്ടൻ എടുത്തു. ഇനി അവിടുന്ന് നമ്മൾ തിരിച്ച് ആതിരപ്പള്ളി ഇവിടുന്ന് 12 കിലോമീറ്റർ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പോകാനുള്ള ടൈമുണ്ടോ? ടൈം ഇല്ലെന്നൊന്നും. പക്ഷെ അതിനകത്തോട്ട് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മീനാക്ഷിയാണെങ്കിൽ ആകെ അങ്ങ് ഡസ്പായി. എൻ്റെ ആൾ ഒത്തിരി ഡൗൺ ആയിട്ട് ഇരിക്കുക. മീനാക്ഷി എന്തോ എക്സ്പീരിയൻസ് അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ എന്തു നിനക്ക് തോന്നിയേ? ഐസ് പോലെ തോന്നിയില്ലേ? അമ്മാളുവിന് എന്തോ തോന്നിയേ? ചുവയ്ക്കുന്നു. കാലിന്റെ തള്ളവറിൽ എന്തോ ഇംഗ്ലീഷിൽ പറയുന്നേ? ഫസ്റ്റോ. അറിയാമെങ്കിൽ സംസാരിക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇനിയും സ്നോ പാർക്കിൽ വരണോ? യെസ് ഓർ നോ? മീനു യെസ് ഓർ നോ? ഓഫ് കോഴ്സ് നോ എന്ന് പറ. എനിക്ക് വരണ്ട. പോകുന്ന വഴി തന്നെയാണ് അതിരപ്പള്ളി. ഞാനും വരുന്നില്ല, നമുക്ക് പോകണ്ട. ഹായ്, ഇതൊരു അടിപൊളി സ്ഥലമാണേ. അവിടെ നമുക്ക് നോക്കാം. വല്ലപ്പോഴും ശരീരം ഇറങ്ങുന്ന അച്ഛനും മോളും ഒരു വീട്ടിലൊന്നും ഇങ്ങനെ ഓടിയിരുന്നെങ്കിൽ എന്തായിരുന്നു. ആ മുട്ടിപ്പത്തിൻ്റെ താഴെ പോയിരുന്നാൽ കൊള്ളാം. രതീഷേട്ടൻ്റെ ഒരു മുട്ടിൻ്റെ ലെഫ്റ്റ് മുട്ടിൻ്റെ പറ്റെല്ലാം ഡിസ്ലൊക്കേറ്റഡ് ആയതാണ്. അതുകൊണ്ട് എനിക്ക് ഓടുമ്പോൾ ഒരു പേടി. ഈ വണ്ടി കണ്ടല്ലോ ശരിക്കും ഇറക്കത്തിലായിട്ട് ഉരുണ്ട് താട്ടങ്ങളും പോയാലോ. ഇല്ലേ മീനുട്ടി? വിശന്ന് നിൽക്കുന്ന എൻ്റെ കുഞ്ഞു മീനിനെ കണ്ടു. വിശപ്പിൻ്റെ വിളി കൊണ്ട് സത്യത്തിൽ എനിക്ക് നടക്കാൻ പോലും അന്നേരമായി അമ്മാളുവിൻ്റെ ഒരു നിർബന്ധം തുള്ളൽ ഇതുവഴിയാണ് എൻ്റെ കാട്ടരുവി ഒഴുകുന്നെന്ന്.
അപ്പോൾ അതൊക്കെ അത് കാണണമെന്ന്. പയ്യപ്പോ ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വൈൽഡ് ആനിമൽസിൻ്റെ ഇതൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം. സത്യം പറഞ്ഞ് എനിക്ക് ഇതൊക്കെ കാണുന്നതിനെ പേടിയാണ്. ഞാൻ ഈ കിടന്ന് പറയുന്നതെന്നുള്ളൂ, എനിക്കൊരു പൂച്ചയെ പോലും പേടിയാണ്. മീനാക്ഷിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ വിശന്ന് ഒരു പരുവായി. ഞങ്ങൾ ഈ സ്നോ പാർക്കിൽ 45 മിനിറ്റ്സ് അലൗഡാന്ന് പറഞ്ഞു. ഞങ്ങളൊരു 30 മിനിറ്റ്സ് ആയപ്പോഴേ ഞാനും മീനാക്ഷിയും അവിടുന്ന് എക്സിറ്റായി. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിനകത്ത് നിൽക്കാൻ. കുഞ്ഞിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്, അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അതിനകത്തോട്ട് കയറുക. കാറങ്ങാനും ഉരുണ്ട് താഴോട്ട് പോവുമോ? അപ്പം അങ്ങനെ നമ്മൾ ഒരു കാട്ടരുവി കാണാൻ കാടിൻ്റെ അടുക്ക് വന്ന് നിൽപ്പുണ്ട്. അമ്മാളു എന്ത് പന്നി കാണിക്കുന്നേ? രാജവമ്പാല വെള്ളത്തിന്റെ അളവ് കൂടാനാ. പിള്ളേരെ ഈ ശബ്ദം കേട്ട് കടുവയൊക്കെ ഇറങ്ങി വരുവേ. ഇതുകൊണ്ട് കടുവ ഇറങ്ങി വരുന്നു. വണ്ടി വണ്ടി അയ്യേ, കൊച്ചിനെ താഴെ കൊണ്ട് നിർത്തിയോ? മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ചേട്ടനെ പിക്ക് ചെയ്യാന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. നമ്മളിവിടെ പാർക്കിംഗ് കിടക്കുമായിരുന്നു. ഇപ്പം നമ്മൾ വന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം അവിടെ ചെന്നിട്ട് ചേട്ടനെ കാണിക്കാം. അപ്പോൾ എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ വന്ന് ഡിക്കിയൊക്കെ തുറന്നു. ചേട്ടന്റെ കഷ്ടപ്പാടും ദുരിതവും എല്ലാം അകത്തോട്ട് കയറ്റുകയാണ്. സൗദി അല്ല, കൊച്ചിയാ. കൊച്ചി ചൂടോട് ചൂടാ. വീഡിയോ രാത്രി ഇറങ്ങിയതാ. എന്താ ഏട്ടാ ഇത്രയും കണക്റ്റഡ് ഫ്ലൈറ്റ് എടുത്ത് എന്താ ഇത്രയും ലാഗായത്? ചേട്ടാ ഇത് ഇവര് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തയാ. അപ്പൊ ഞാൻ അവിടെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ആദ്യം വരുന്നേ കറക്റ്റ് 6:03 ആയപ്പോ അവിടെ ലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എത്തിഹാദ് വന്നു, എമിറേറ്റ്സ് വന്നു, ഖത്തർ എയർവേസ് വന്നു, ഫ്ലൈ ദുബായ് വന്നു, ഫ്ലൈനാസ് വന്നു, കുറെ ഫ്ലൈറ്റ് വന്ന് അത് വന്ന് കൊച്ചിയിലോട്ട് ഉള്ളവരെല്ലാരും കൂടെ ഒറ്റ ഫ്ലൈറ്റ് ആക്കി. അതാ ലേറ്റ് ആയില്ലേ? ചേട്ടനെ പറ്റിച്ച് കിൻഡർ ജോയി ഒക്കെ മേടിച്ചോണ്ട് വരുവാ. നമ്മള് വരുന്ന വഴിക്ക് ചേട്ടന് മഴ കണ്ടുകൊണ്ട് ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ജ്യൂസ് കോർണറിൽ ഇവിടെ ചായ എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെ നമ്മൾ കഴിക്കാൻ വന്നതാണ്. ചേട്ടൻ ഓപ്പൺ എയർ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത്. ഇവരൊക്കെ ചായ കുടിച്ചത്. പക്ഷേ എനിക്ക് ആക്ച്വലി ചായ വേണ്ട. പക്ഷെ കാരണം ഭയങ്കര ടയേർഡായി. അപ്പോൾ അതുകൊണ്ട് ഞാനും മീനാക്ഷിയും ഒരു മാംഗോ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫ്രഷ് മാംഗോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാംഗോ ജ്യൂസാണ് കുടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോൾ ഇവിടെ കുറച്ച് അധികം വണ്ടിയൊന്നും ഇല്ല. ഞങ്ങൾ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കത് കുറേ വണ്ടികൾ വന്നു. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്രകളെല്ലാം കഴിഞ്ഞു. ചേട്ടനെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടു. ചേട്ടനും പിള്ളേരും ലക്ഷ്മിയും എല്ലാവരും കൂടി അവരെൻജോയ് ചെയ്യട്ടെ. നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം.